ഒരു ലോഡ് ഐറ്റംസുമായിട്ടാണ് ഇന്ന് നമ്മുടെ മോഡിഫിക്കേഷൻ. 4 പൊസിഷനിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓൺ ചെയ്യുമ്പോൾ ബ്ലിങ്ക് ചെയ്യും. നമുക്ക് അതിൻ്റെ കൂടെ റിമോട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് നോർമലി ഹെഡ്ലൈറ്റ് കത്തുന്നു. നമുക്ക് ഇതേ കണ്ടോ, ഒരു മോഡൽ ഓൾറെഡി. ഹലോ ഗൈസ്, ഒരു ലോഡ് ഐറ്റംസുമായിട്ടാണ് ഇന്ന് നമ്മുടെ മോഡിഫിക്കേഷൻസ്. ഒരു 10-14 ഐറ്റംസ് ഉണ്ട്. അത് ഞാൻ വാങ്ങിച്ച ഐറ്റംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതൊരു റെസ്ക്യൂ ചെയിനാണ്. ബേസിക്കലി എം എ സേഫ്റ്റി ഓഫീസർ, സോ ഫയർ എക്സ്റ്റിങ്ക്വിഷർ നമുക്ക് നിർബന്ധമാണ്. പിന്നെ അതേപോലെ തന്നെ റെസ്ക്യൂ ബോർഡ്. ഇത് 2 സൈഡിലും നമുക്ക് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ലൈറ്റ് ബാർ വെക്കണമെന്ന്. അപ്പോൾ ഞാൻ ലൈറ്റ് ബാർ നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇത്ര ഐറ്റംസ് വെക്കുന്ന സമയത്ത് അത് ചെറിയ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ 2 ലൈറ്റ് വരുന്ന ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ടംബ്ലർ. അതുപോലെ നമ്മൾ ഓൾറെഡി ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ടംബ്ലറിൻ്റെ ഒരു സെറ്റ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആണ്. ഇത് നമ്മൾ ഫ്രണ്ടിലത്തെ ബമ്പറിൽ ചുറ്റാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു, പക്ഷേ സൈസ് ഭയങ്കര ചെറുതാണ്. നമുക്ക് വിഞ്ചിന് ഹുക്കൊക്കെ വണ്ടി കെട്ടി വലിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കത്തില്ലേ, അതിലെ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ഫ്യൂവല് ഇടയ്ക്കിടയ്ക്ക് കന്നാസിലൊക്കെ വാങ്ങിച്ച് വെക്കേണ്ടി വരത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഹോൾഡർ, പിന്നെ വിത്ത് കന്നാസ്. സിലിണ്ടറാണ് ഇത്. നമുക്ക് എന്തിൻ്റെ സിലിണ്ടറാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും കൊള്ളാം, നല്ല മെറ്റൽ ബോഡിയാണ്. അപ്പോൾ ഈ വിഞ്ചിൻ്റെ കൂടെ വിത്ത് സ്വിച്ച്. ഫസ്റ്റ് എയ്ഡ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സുകളാണ്. ഫസ്റ്റ് എയ്ഡിൻ്റെ ബോക്സ്, റെസ്ക്യൂ ഐറ്റംസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബോക്സ് ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. സാധാരണ ഈ ഞെളുങ്ങിപ്പോകുന്ന ആ ക്വാളിറ്റി ഒന്നുമല്ല, നല്ല ക്വാളിറ്റികളാണ്. ഇത് ഇത്രയും സാധനങ്ങൾ വെച്ച് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വേണമല്ലോ. അതുകൊണ്ട് നമുക്കൊരു നെറ്റും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എലാസ്റ്റിക്കാണ്, ഇങ്ങനെ വലിയ. നമുക്ക് എത്ര ഐറ്റംസ് ഇതിനകത്ത് ഫിക്സ് ചെയ്താലും നമുക്കതിനകത്ത് ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു സാധനം മെയിനാണ്. ഇതെന്താണെന്നറിയോ, ഇത് നമുക്ക് ശരിക്കും ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബോഡി ഒരു പിൻ ലോക്ക് സിസ്റ്റമാണ്. ഈ പിന്ന് ചേഞ്ച് ചെയ്തിട്ട് അത് മാഗ്നറ്റിക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ശ്രമമാണ് കേട്ടോ, ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നറിയില്ല. അങ്ങനെ ഇത്ര ഐറ്റംസാണ് ഗൈസ് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ വെച്ച് പണി ഞാൻ എൻ്റെ വണ്ടി ഒരു പാണ്ടിലോറി ആക്കി എടുക്കും. അപ്പോൾ വലിച്ചു നീട്ടി ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഐറ്റംസ് ഫിറ്റ് ചെയ്യുന്ന പരിപാടിയിലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ബോഡി മാഗ്നറ്റിക് സിസ്റ്റം ആക്കുക എന്നുള്ളതാണ്. ബോഡി റിമൂവ് ചെയ്യുന്നത് നമുക്ക് ടോപ്പിലോട്ട് തന്നെ പൊക്കിയെടുക്കാമെന്ന് ഉദ്ദേശം. ഇപ്പോൾ നമ്മൾ പിൻ സിസ്റ്റമാണ്. ഈ പിൻ ലോക്ക് മാറ്റിയിട്ട് ബോഡി മാഗ്നറ്റിക്ക് തന്നെ റിമൂവ് ചെയ്ത് ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ടോപ്പിൽ നമ്മുടെ ക്യാരിയറിനകത്ത് ഓരോരോ ഐറ്റംസ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈ ഒരു ബോഡി റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇത്രയും പിന്നഴിയാണ്. പിന്നെ അഴിച്ചിട്ട് വേണം പിന്നെ ഓരോരോ ഓടിനകത്ത് ഇങ്ങനെ പൊക്കിയെടുക്കാൻ. ഇത് ഈ രീതിയിലാണ് മാഗ്നറ്റ് സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വണ്ടിയുടെ ബോഡിയുടെ ഉൾവശത്ത് വരുന്നിടത്ത് മാഗ്നറ്റ് നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാൻ ഒരു വഴിയില്ല. ആ ഫിക്സ് ചെയ്യുന്ന ഇടത്ത് നമുക്ക് ഒരു ഫെവിക്വിക്ക് വെച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2 ബട്ടൺ ഫിറ്റ് ചെയ്യേണ്ടത് ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയാണ്. ഒരു ഹുക്ക് കണക്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇപ്പം ഇത്രയും ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ഈ ഒരു ഹൈറ്റ് കൂടും. വണ്ടി ഹൈറ്റ് കുറച്ച് പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും. പിന്നെ ബോഡി റിമൂവ് ചെയ്യാൻ കുറച്ച് ഈസിയാവും. ഇതാണ് നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഈ 4 പൊസിഷനിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ ഫെവിക്വിക്ക് വെച്ചിട്ട് ഒട്ടിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിക്കാം. ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫെവിക്വിക്ക് ഒട്ടിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് മാഗ്നറ്റിക്കുമായിട്ട് നല്ല ടൈറ്റിലിരിക്കും. ഈ പ്ലാസ്റ്റിക് കീറിപ്പോകുന്നത് വരെ മാഗ്നറ്റിക് ഇവിടെ തന്നെ ഇരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മൾ മാഗ്നറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡിലത്തെ 2 പോയിൻ്റാണ്, ഇത് ഫ്രണ്ട് സൈഡിൽ 2 പോയിൻ്റാണ്. സെയിം ഈ ടോപ്പിൽ ഈ ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ് ഇത് വരാൻ ഇനി പോകുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കാണിക്കാം. അങ്ങനെ നമ്മൾ മാഗ്നറ്റ് ഇതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് അത്ര പവറായിട്ടൊന്നും തോന്നുന്നില്ല, ചെറിയൊരു പവറായിട്ടേ തോന്നുള്ളൂ. ഇത് ഒരു ലുക്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത് നോക്കിയേ, ഫ്രണ്ടിൽ ഇത്രയും ഗ്യാപ്പ് വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് ഫ്രണ്ടിലത്തെ ആ ഒരു ഹൈറ്റ് കുറച്ചും കൂടെ താത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവുമെന്ന്. പക്ഷേ ഇതൊരു ഷേക്ക് കാര്യങ്ങളൊക്കെ ഇത് ലാസ്റ്റിൽ ഞാൻ റിമൂവ് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ലോക്ക് സിസ്റ്റം തന്നെയാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ മാഗ്നറ്റ് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ആ പിന്ന് തന്നെ ലോക്ക് ചെയ്യാം. ചിലത് ശരിയാവും, ചിലത് ശരിയാവത്തില്ല. ഇതുകൊണ്ട് ആ ഒരു ഷേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കൊള്ളില്ല. ഇത് ആരും യൂസ് ചെയ്യരുത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.
അടുത്ത നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ വിഞ്ച് സെറ്റ് ചെയ്യാൻ അടുത്ത പരിപാടി. നല്ല പണിയുള്ള കാര്യമാണ് ഇത്. ഈസി ആയിട്ട് വെക്കാൻ പറ്റത്തേ ഇല്ല. ഇതിൻ്റെ കണക്ഷൻ അതിനേക്കാട്ടിലാണ്. കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ബാറ്ററി നമുക്ക് സെറ്റ് ചെയ്തിട്ട് വേണം കണക്ഷൻ ഫിറ്റ് ചെയ്യാൻ. ഇത് ഇച്ചിരി ടൈം എടുക്കുന്ന കാര്യമാണ്. ഇത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബമ്പർ നൈസായിട്ട് റിമൂവ് ചെയ്യണം. ബമ്പർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വിഞ്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് വിഞ്ചിൻ്റെ ഒരു മോഡൽ കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് പെയിൻ്റൊക്കെ അടിച്ചിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. ആക്ച്വലി ഇത് നമുക്ക് എല്ലാ മോഡിഫിക്കേഷൻസും ചെയ്യാൻ വേണ്ടിയിട്ടൊരു വലിയൊരു ഓപ്ഷനാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഐറ്റത്തിനകത്ത് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് നമുക്ക് ഫിറ്റാകുന്ന രീതിയിൽ നമുക്ക് സ്പേസ് ഉണ്ട്. ഇതിന് ഫിറ്റ് ചെയ്യാം. എന്തായാലും ബമ്പർ അഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഈ ഏരിയയിൽ റോപ്പ് അങ്ങ് ചുറ്റിയേക്കാം. അങ്ങനെ നമ്മൾ ചുറ്റി ഏകദേശം ഈ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് അടിപൊളിയാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലുക്കായിരിക്കും. ഇത് കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഫിനിഷിംഗ് ഉള്ളതൊരു ഫെവിക്വിക്കിലാണ്. നമ്മുടെ വിഞ്ചിൻ്റെ പ്ലാസ്റ്റിക്കിലെ ഒരു ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടി അവർ നേരത്തെ വെച്ചിരുന്ന ഒരു സംഭവം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു പീസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ കട്ട് ചെയ്ത് കളയുകയും ചെയ്തു. പിന്നെ ഇത് നമുക്ക് പ്ലേറ്റ് റിമൂവ് ചെയ്തിട്ട് കറക്റ്റ് മാർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് സെൻറ്റർ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഈ 4 ഇടത്ത് ഹോളിട്ട് താഴെ നട്ടിട്ടിട്ട് ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വിഞ്ചിൻ്റെ ഇൻസ്റ്റാളേഷൻ ഏകദേശം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഇരിക്കാൻ തുടങ്ങിയിട്ട് മിനിമം ഒരു 3-3.5 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പം ചെയ്ത് തീർത്തത് കുറച്ചേ ആയിട്ടുള്ളൂ. ഇനി എന്തോരം കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്ന്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ വിഞ്ചിൻ്റെ ഒരു ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്? നമ്മൾ വിഞ്ചെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കേബിള് ഉള്ളിൽ കൂടെ കൊടുക്കാൻ ഒരു ചെറിയൊരു ഏരിയ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേ വലിച്ച്, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ. ഈ സ്വിച്ച് നമുക്ക് തൽക്കാലം ഈ ഒരു ഉള്ളിൽ നിന്ന് ഔട്ട് സൈഡിലോട്ട് ഈ വരുന്ന ഒരു ഏരിയയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് പിന്നെ ഫ്രണ്ടിൽ ഈ ലെവലിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിമോട്ട് കൺട്രോളിൻ്റെ ഒരു സിസ്റ്റം നമുക്ക് റെഡി ആക്കണമെന്നാണ് വിചാരിക്കുന്നത്. അതുവരെ തൽക്കാലം നമുക്ക് സ്വിച്ചിൽ പോവാം. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ബോഡി വെക്കുമ്പോൾ ഒരു ലുക്ക്, ഈ ലുക്ക് വരും. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക്. അടുത്തായിട്ട് വരുന്നത് നമുക്ക് ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് 2 ലൈറ്റാണ്. അപ്പോൾ നമുക്ക് തന്നെ ഈ രണ്ട് ഏരിയയിലായിട്ട് വരുന്ന രീതിയിൽ ഈ ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഹെഡ് ലൈറ്റിൻ്റെ സംഭവം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഫോൺ ചാർജ് പോയി, അതുകൊണ്ടാണ് ഇടയ്ക്ക് കണക്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ. ഇത് സിമ്പിളാണ്. ഞാൻ നേരത്തെ ഈ റോപ്പ് കൊടുത്തിരുന്ന സെയിം ക്ലാമ്പയിലോട്ട് തന്നെ ഇതിൻ്റെ ഹുക്ക് കണക്ട് ചെയ്തിട്ട് ഈ വയറിനി ഇതിവിടെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് നേരെ അകത്തോട്ട് പോയിട്ട് ഹെഡ് ലൈറ്റിൻ്റെ പവറിലോട്ട് കൊടുക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നൊരു പുള്ളിക്കാരനോട് ചോദിച്ചായിരുന്നു, എനിക്ക് ഈ ഇലക്ട്രോണിക് പരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഇലക്ട്രോണിക്കിൻ്റെ പോളിടെക്നിക്കൽ പഠിക്കാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ പുള്ളിയോട് ചോദിച്ചു, പുള്ളി പറഞ്ഞു ഹെഡ് ലൈറ്റിൻ്റെ ഡയറക്റ്റായിട്ട് കൊടുത്തു. ഹെഡ് ലൈറ്റിൻ്റെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ പവറിൻ്റെ ചെറിയ വ്യത്യാസം വരും. ഇൻ കേസ് അങ്ങനെ വരുവാണെങ്കിൽ നെക്സ്റ്റ് ബാറ്ററിയിലോട്ട് വിഞ്ചിൻ്റെ കൊടുക്കുന്നതിനകത്തോട്ട് തന്നെ കണക്ഷൻ ആ രീതിയിൽ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഒരു ഹോൾ ഇടുക, നമുക്ക് ഇതിനകത്തോട്ട് വയർ കയറ്റി വിട്ടിട്ട് നോർമലായിട്ട് അകത്തോട്ട് വിടാം. ഓക്കെ, അങ്ങനെ നമ്മൾ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലൈറ്റിൻ്റെ ഇതിന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് 3 പിന്നാണ്, ഇത് 2 പിന്നാണ് വരുന്നത്. ഇത് നമുക്ക് ബ്രേക്ക് ലൈറ്റ് എന്നൊരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഔട്ട് ജോയിൻ്റ് കൊടുത്തു. ബ്രേക്ക് ലൈറ്റും ഇതോടെ ഇനിയും കണക്ട് ചെയ്യുന്ന രീതിയിൽ കൊടുക്കണം. ഓൺ ചെയ്യുമ്പോൾ ബ്ലിങ്ക് ചെയ്യും. നമുക്ക് അതിൻ്റെ കൂടെ റിമോട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് നോർമലി ഹെഡ് ലൈറ്റ് കത്തുന്നു. സെറ്റാണ്. അങ്ങനെ നമ്മുടെ സിലിണ്ടറിൻ്റെ കീ ചെയിൻ ഞാൻ ഊരിയിട്ടുണ്ട്. നമുക്ക് ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഈ ഒരു ഹോൾഡർ നമുക്ക് കണക്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മറ്റേതിനേക്കാളും കുറച്ചുകൂടെ കാണാനൊരു ലുക്ക് ഇതിനാണ്. ഇത് എന്നിട്ട് ഈ 2 ഡോറിൻ്റെ സെൻട്രലായിട്ട് ഈ രീതിയിൽ പ്ലേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യും. ഇതൊക്കെ ചെറിയ ചെറിയ വർക്കുകളാണ് കേട്ടോ, നൈസാണ്. അടുത്ത് നമുക്ക് ഫ്യൂവൽ ക്യാനാണ്. ഈ ക്യാന് ഹോൾഡറിനകത്ത് വരും.
ഹോൾഡർ ഞാൻ ഉദ്ദേശിച്ചിരുന്ന ആദ്യം ഈ സൈഡിൽ വെക്കാമെന്നാണ്. അത് പിന്നെ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഈ സൈഡിൽ എല്ലാ ഐറ്റംസും കൂടെ പോകത്തില്ലേ. അപ്പോൾ ഈ ഐറ്റം നമുക്കിവിടെ ഈ രീതിയിൽ പ്ലേസ് ചെയ്യാം. ഇതും സെയിം, ഒരു ഹോൾ ഇടുക, ഈ ഹോൾഡർ സ്ക്രൂ ചെയ്ത് വെക്കുക, ജസ്റ്റ് സിമ്പിളായിട്ട് എടുത്ത് വെക്കുന്ന രീതിയിൽ. ഇനി നമുക്കിത് ഇവിടെ ഫിറ്റ് ചെയ്യാം. വെച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. ഇത് വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അടുത്തെന്ന് പറയുന്നത് നമുക്ക് വിഞ്ച് വെച്ച് കെട്ടി വലിക്കാൻ വേണ്ടിയിട്ട് ഹുക്കുണ്ടല്ലോ, ഈ ഹുക്കാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഫ്രണ്ട് ലുക്ക് ഈ രീതിയിലായിട്ടുണ്ട്. ഇനി ഈ ഹോള് കൊടുത്തിരിക്കുന്നത് ചെറിയ ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആ ഓപ്ഷൻ കട്ട് ചെയ്തിട്ട് ഇത് പകരം ഫിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. നമുക്കിതേ കണ്ടോ, ഒരു മോഡൽ ഓൾറെഡി ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് താഴെയായിട്ട് വരും, എങ്കിലും കുഴപ്പമില്ല. ഇവിടെയാണ് നമുക്കിപ്പോൾ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഹോൾ ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലോട്ട് സ്ക്രൂ ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു ഹുക്കിനുള്ളത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ സെയിം ഇപ്പുറത്തെ സൈഡിലും വരും. ഈ ഒരു ഹുക്കും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. ശരിക്കും പാടായിരുന്നു കേട്ടോ. ഈ ഒരു 4 ഏരിയയിൽ ഓരോ ഹോൾ ഇട്ടിട്ട് അതിൽ സ്ക്രൂ ഇട്ട് ഇൻസൈഡിൽ ബോൾട്ട് ഇടുക എന്നുള്ളത്. ചിലതിനൊന്നും ബോൾട്ട് ഇടാനൊന്നും പറ്റില്ല, അതേപോലത്തെ പാടാണ്. ഒരു വിധത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സ്ട്രോങ് തന്നെയാണ്, അങ്ങനെ ഇളകി പറഞ്ഞ് പോരത്തൊന്നുമില്ല. ഇതിൽ പിടിച്ച് നമുക്ക് വേണേൽ വണ്ടി ഇങ്ങനെ ഫുള്ള് പൊക്കാം. നല്ല സ്ട്രോങ് തന്നെയാണ്. ഓക്കെ, ഇനി ഇതുകൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വണ്ടി ഓക്കെയാണ്. ശരിക്കും നല്ല ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് മിനിമം ഒരു ഹാഫ് ആൻ അവറിന് മേളിൽ എടുത്തിട്ടുണ്ട് ഈ ഒരു ചെറിയ വർക്കിന് വേണ്ടി മാത്രം. ഈ നമുക്ക് നമ്മുടെ മോഡിഫിക്കേഷൻസ് ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ്. ഈ ക്യാന്, ഈ ടംബ്ലർ ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ റെസ്ക്യൂ ബോർഡ് ഉണ്ടല്ലോ, റെസ്ക്യൂ ബോർഡ് ഈ 2 സൈഡിലായിട്ട് സെറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് ഇവിടെ വെക്കാം, ചുറ്റിയിടാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ലുക്കിൻ്റെ മേളിൽ ഇതുകൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിപ്പോകും. ഇത് നമുക്ക് നോർമലി ഈ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് ഹുക്ക് ചെയ്ത് ഈ നെറ്റ് ഈ രീതി കിടക്കുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ വല്ലതും ഇടാം. ഇങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഇനി ചെയ്യത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.